അഭിമന്യുവിന്റെ കൊലപാതകം വിചാരണ നിർത്തിവെക്കണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി. എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയും SFI നേതാവുമായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾ നിർത്തിവെക്കില്ല. വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന പോപ്പുലർ ഫ്രണ്ടുകാരായ 5 പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. കേസിൽ മറ്റ് പ്രതികളുടെ വിചാരണ ആരംഭിക്കാത്തതിനാൽ നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. കേസിലെ 5 പ്രതികൾ സമർപ്പിച്ച വിടുതൽ അപ്പീലും കേസുമായി ബന്ധപ്പെട്ട എല്ലാ മൊഴികളും രേഖകളും നൽകണമെന്ന ആവശ്യവും ജസ്റ്റിസ് G. ഗിരീഷ് തള്ളി. കേസിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്ന ആവശ്യത്തിനൊപ്പം വിചാരണ നടപടികൾ നിർത്തിവെക്കുക, പോലീസിന് ലഭിച്ച എല്ലാ തെളിവുകളും രേഖകളും പ്രതികൾക്ക് കൈമാറുക എന്നീ 3 പ്രധാന ആവശ്യങ്ങളാണ് പ്രതികൾ കോടതിക്ക് മുമ്പാകെ വച്ചിരുന്നത്. കുറ്റപത്രത്തിനൊപ്പമില്ലാത്ത രേഖകളാണ് പ്രതികൾ ആവശ്യപ്പെട്ടത്. കേസിൽ കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചത്. കേസിലാകെ 26 പ്രതികളാണുള്ളത്. ഇതിൽ 16 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടപടികൾ ആരംഭിച്ചത്. മറ്റ് പ്രതികൾക്കെതിരായ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് പ്രതികൾ കുറ്റം നിഷേധിച്ചു. കേസ് വീണ്ടും ഈ മാസം 24-ന് പരിഗണിക്കാനിരിക്കെയാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണ നടപടികൾ എന്ന് തുടങ്ങുമെന്ന കാര്യം അന്നായിരിക്കും തീരുമാനിക്കുക. പ്രോസിക്യൂഷൻ മൊഴി രേഖപ്പെടുത്തിയിട്ടും സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താത്തവരുടെ വിവരങ്ങളും മറ്റ് അനുബന്ധ തെളിവുകളും ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഹാരാജാസ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയും SFI യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്ന ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യുവിനെ 2018 ജൂലൈ 2-നാണ് ക്യാമ്പസിനുള്ളിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയത്. 2018 സെപ്റ്റംബർ 26-ന് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീടുണ്ടായ വിവിധ നിയമ തടസ്സങ്ങളും രേഖകൾ കാണാതായത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും വിചാരണ വൈകാൻ കാരണമാവുകയായിരുന്നു.